അപ്പം നമുക്ക് കേൾക്കാറുണ്ട് യൂറിക് ആസിഡ് കൂടുന്ന സമയത്ത് വേദനകൾ ഉണ്ടാവുന്ന, അതായത് ജോയിന്റ്സിലൊക്കെ ഒരുപാട് വേദന ഉണ്ടാവുന്നു, ബുദ്ധിമുട്ടുണ്ടാവുന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ നോർമലി യൂറിക് ആസിഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നോർമൽ റേഞ്ചിൽ നമ്മുടെ ബോഡിയിൽ കിടക്കുമ്പോൾ അത് നമ്മുടെ ബോഡിയിൽ ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കീമോതെറാപ്പി ചെയ്യുന്ന ആളുകളിൽ യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിൽക്കാം. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഒരു 6 months ഒക്കെ കൂടുന്ന സമയത്ത് യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് കിഡ്നീനെ ബാധിക്കാം. അപ്പം നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് അവർക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ലിവറിന്റെ ഹെൽത്ത് ഓക്കെ ആണോ, ഈ ടോക്സിൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് LFTയും അതുപോലെ തന്നെ ലിപ്പിഡ് പ്രൊഫൈലും ഒക്കെ ഇതിന്റെ കൂടെ തന്നെ ചെയ്യുന്നത് എപ്പോഴും ഉത്തമമായിരിക്കും. അവർക്ക് രക്തത്തിൽ കൂടുതലാണ്, പക്ഷെ യാതൊരു തരത്തിലുള്ള സിംറ്റംസും ഇല്ല. ഇടയ്ക്കൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു ജോയിന്റ് പെയിനോ, ഒരു ഉപ്പൂറ്റി വേദന, അല്ലെങ്കിൽ ആ തള്ളവിരലിന്റെ ഭാഗത്ത് ഒരു വേദനയുള്ളൂ. അപ്പോൾ ആൾക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡയറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് മെഡിക്കേഷൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യകത വന്നിട്ടില്ല. ഹായ്, കോൺവോ ഹെൽത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഭാഗ്യ മാം ആണ്. ക്യോൺബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം യൂറിക് ആസിഡ്. യൂറിക് ആസിഡിനെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾക്ക് കൺസേൺ ഉള്ള ഒരു വിഷയമാണ്. പലരും വേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്ത വേദന കൊണ്ടൊക്കെ പല കേസുകളും നമ്മൾ ക്ലിനിക്കിലേക്ക് വരാറുണ്ട്, ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം എന്താണ് യൂറിക് ആസിഡ്? അപ്പം നമുക്ക് കേൾക്കാറുണ്ട് യൂറിക് ആസിഡ് കൂടുന്ന സമയത്ത് വേദനകൾ ഉണ്ടാവുന്ന, അതായത് ജോയിന്റ്സിലൊക്കെ ഒരുപാട് വേദന ഉണ്ടാവുന്നു, ബുദ്ധിമുട്ടുണ്ടാവുന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ നോർമലി യൂറിക് ആസിഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നോർമൽ റേഞ്ചിൽ നമ്മുടെ ബോഡിയിൽ കിടക്കുമ്പോൾ അത് നമ്മുടെ ബോഡിയിൽ ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് കൂടുന്ന സമയത്താണ് ജോയിന്റ്സിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അപ്പം എന്താണ് യൂറിക് ആസിഡ് എന്ന് നോക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പ്രോട്ടീൻ വിഘടിച്ചിട്ട് ഒരു പ്യൂരിൻ എന്ന് പറഞ്ഞൊരു അമിനോ ആസിഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഈ പ്യൂരിന് പിന്നീട് രാസപ്രവർത്തനം സംഭവിച്ചിട്ടുണ്ടാവുന്ന ഒരു മെറ്റബോളിക് എൻഡ് പ്രൊഡക്റ്റിനെയാണ് നമ്മൾ യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നോർമൽ റേഞ്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു മെയിൽസിന്റെ കേസ്, അതായത് ആണുങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്കൊരു 3.5 മുതൽ 7.3 വരെയാണ് ഇതിൻ്റെ ഒരു നോർമൽ റേഞ്ച്. ലേഡീസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു 2.6 മുതൽ ഒരു 6 വരെയൊക്കെയാണ്. എന്നാൽ ഒരു 5.9 ഒക്കെ എത്തുമ്പോഴേക്കും ജെൻസിൽ ഈ ജോയിന്റ് പെയിൻ സ്റ്റാർട്ട് ആവാം. അതുപോലെ ലേഡീസിലാണെങ്കിലും ഒരു 5 എത്തുന്ന സമയത്ത് ഈ ഒരു ജോയിന്റ് പെയിൻ സ്റ്റാർട്ട് ആവുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആളുകളിൽ യൂറിക് ആസിഡ് വരാനുള്ള കാരണങ്ങൾ ഉണ്ടാവും. ഇപ്പൊ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക, എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ, കാര്യങ്ങളൊക്കെ? ഓക്കെ, നോർമലി യൂറിക് ആസിഡ് നമ്മുടെ രക്തത്തിലൂടെ അബ്സോർബ് ആയിട്ട് കിഡ്നി വഴി മൂത്രത്തിലൂടെയാണ് എക്സ്ക്രീറ്റ് ആയിട്ട് പോകുന്നത്. പക്ഷെ ഇപ്പം എന്തെങ്കിലും കിഡ്നിക്ക് അസുഖമുള്ള ആളുകളാണെങ്കിലൊക്കെ ചിലപ്പോൾ എന്താവും, ഇത് എക്സ്ക്രീറ്റ് ആയിട്ട് പോവില്ല. ചിലപ്പോൾ ഇത് ബ്ലഡിൽ കൂടുതലായിട്ട് കാണാം. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഹൈപ്പർ യൂറീസീമിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു യൂറിക് ആസിഡ് ചിലപ്പം ജോയിന്റ്സിലായിരിക്കും പോയിട്ട് ഡെപ്പോസിറ്റ് ആവുന്നത്. അപ്പം നല്ല ശക്തമായിട്ടുള്ള ജോയിന്റ് പെയിൻ അവർക്ക് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ക്രിയാറ്റിനിലൊക്കെ ചേഞ്ചസ് ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് യൂറിക് ആസിഡ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മളെ ഡയറ്റിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ റെഡ് മീറ്റ് നമുക്കത് പ്രത്യേകം തന്നെ പറയണം. കാരണം ഒരുപാട് ആളുകൾ കൂടുതലായിട്ട് കഴിക്കുന്നത് കൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അതായത് ഒരു വീക്കിലി ഒരു 1, 2, 3 തവണ നിങ്ങളിപ്പം റെഡ് മീറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറിക് ആസിഡ് വരാം. അതായത് ബീഫ്, പോർക്ക്, മട്ടൻ, അതുപോലെ തന്നെ താറാവിറച്ചിയൊക്കെ ഒരുപാട് കഴിക്കുന്ന ആളുകൾ ഇത് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കരള്, ലിവർ, അതായത് അതിപ്പം ചിക്കൻ്റെ ലിവർ ആണെങ്കിലും അമിതമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ നിങ്ങൾ ഈസ്റ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് ഇപ്പം പുളിപ്പിച്ച് കഴിക്കുന്ന വീടുകളിലൊക്കെ നമ്മൾ മാവ് പുളിപ്പിച്ചിട്ട് കഴിക്കാറുണ്ട്. ഇതിൽ നിങ്ങൾ കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ് കിട്ടേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഈസ്റ്റ് ആഡ് ചെയ്തേക്കാം. അതിന്റെ ഭാഗമായിട്ടും യൂറിക് ആസിഡ് വരാം. അല്ലെങ്കിൽ ഇപ്പം ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ബണ്ണായിക്കോട്ടെ, അല്ലെങ്കിൽ റൊട്ടി, ബ്രെഡ്, ഇതൊക്കെ നിങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറിക് ആസിഡ് വരാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫുഡിൽ ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ഈ റെഡ് മീറ്റ്, പ്രോട്ടീൻസ് കൂടുതലായിട്ട് എടുക്കുക. അതായത് നോർമലി നമ്മുടെ ബോഡിക്ക് വേണ്ട ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് 50 മുതൽ 60 ഗ്രാമോളാണ്. പക്ഷെ നിങ്ങൾ നന്നായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ട്, ഒരു കഠിന അധ്വാനിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 100 ഗ്രാമിന്റെ ഉള്ളിൽ തന്നെ പ്രോട്ടീൻസ് കഴിക്കാം. പക്ഷെ ഇതിന്റെ കൂടുതലാവുന്ന സമയത്താണ് ഈ പ്യൂരിൻ, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കുമ്പോഴാണ് ഈ ഒരു യൂറിക് ആസിഡിന്റെ പ്രശ്നം കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു ഹോർമോണൽ ചേഞ്ച് കൊണ്ട്, ഇപ്പം തൈറോയിഡിന്റെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിലും യൂറിക് ആസിഡ് കൂടുതലായിട്ട് കണ്ടുവരാം. അല്ലെങ്കിൽ അമിതവണ്ണവും വ്യായാമക്കുറവും ഉള്ള ആളുകൾ കാണാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മെഡിസിൻസ് എടുക്കുകയായിക്കോട്ടെ, ഈ ഡയൂററ്റിക്സ് പോലുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഇത് കൂടുതലായിട്ടും കണ്ടുവരാം. അതുപോലെ തന്നെ ഇപ്പം ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ടാവും. കീമോതെറാപ്പി ചെയ്യുന്ന സമയത്ത് അവിടെ സെൽ ഡെത്ത്, കൂടുതലായിട്ടുള്ള സെൽ ഉണ്ടാകുന്ന സമയത്ത് ആ സെൽ ഡെത്ത് സംഭവിക്കുമ്പോഴും അവിടെ പ്രോട്ടീൻസ് കൂടുതലായിട്ട് ബോഡിയിൽ വന്നിട്ടും യൂറിക് ആസിഡ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പൊ ഇതില് ഡോക്ടർ ഡയറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഡയറ്റ് എന്ന് കേൾക്കുന്ന സമയത്ത് ആളുകൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു മിഥ്യാധാരണയാണ് എന്ത്,
ഭക്ഷണം കംപ്ലീറ്റ് ഒഴിവാക്കുക, പട്ടിണിക്കിടുന്ന ഒരു അവസ്ഥ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ പോലും അതിൽ മെഡിസിൻസ് എന്നതിലുപരി മെഡിസിൻസ് നമ്മൾ ഒരുപാട് കഴിക്കുന്നത് എന്നല്ല. അപ്പം അതിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഭക്ഷണം നിയന്ത്രിച്ച് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തെങ്കിലും ടെസ്റ്റുകൾ മുന്നേ ചെയ്തിട്ടുള്ള റീസെൻ്റ്ലി എടുത്തിട്ടുള്ള ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡോക്ടറുടെ ഈ ഒരു നമ്പറിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു തരും. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും തന്നെ നമുക്ക് എന്തുണ്ട്, കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ കാരണങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ഭക്ഷണത്തിന്റെ രീതിയിലേക്ക് പോകാന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇവരുടെ ഫുഡിൽ വരുത്തേണ്ട ചേഞ്ചസുകൾ എന്തൊക്കെയാണ്? ഇപ്പൊ മെഡിസിൻസ് ആകാന്നുണ്ടെങ്കിലൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ശരിക്കും മെഡിസിൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് നമ്മൾ രണ്ടാമതായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ആദ്യം തന്നെ നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടത് ഡയറ്റിലാണ്. ഇപ്പൊ ഈ ഒരു യൂറിക് ആസിഡ് പേഷ്യന്റ് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം അവരോട് ചോദിക്കും. ചില ആളുകൾക്ക് എന്താവും, ഇത് ബ്ലഡിൽ ഉയർന്നു നിൽക്കാം, പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് സിംറ്റംസും കാര്യങ്ങളും ഒന്നുമില്ല. ആ ഒരു സമയത്ത് നമ്മൾ വേണ്ടാതെ അവർക്കൊരു മെഡിസിൻ കൊടുക്കേണ്ട ആവശ്യകതയില്ല. പക്ഷെ അവർക്ക് നന്നായിട്ട് വേദന ഉണ്ട്, ആ ഒരു ജോയിന്റിൽ നല്ലൊരു ഇൻഫ്ലമേഷൻ കാരണം പെയിൻ ഉണ്ട്, നീർക്കെട്ടുണ്ട്, അല്ലെങ്കിൽ റെഡ്നെസ് ഉണ്ട്. നിങ്ങൾ കൈകൊണ്ട് തൊടുന്ന സമയത്ത് അവിടെ ഒരു ടെമ്പറേച്ചർ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് എന്തായിരിക്കും, അതൊരു ഇൻഫ്ലമേറ്ററി സ്റ്റേജിലോട്ട് വന്നു. ചില ആളിപ്പോ റീസെന്റ് എനിക്ക് ഓർമ്മ ഉണ്ട്, ഒരു കേസ് വന്നതിൽ അസഹ്യമായിട്ടുള്ള വേദന. പക്ഷെ ഈ വേദന ഉണ്ടാകുന്ന സമയത്ത് അവര് എന്താ പറയുന്നത് പോലും അവർക്ക് തന്നെ അറിയില്ല, കാരണം അത്രയും കഠിനമായിട്ടുള്ള വേദന ഉണ്ടാവാം. അപ്പം അവരാണെങ്കിലും നമ്മളൊരു ട്രീറ്റ്മെന്റ് എടുക്കുന്ന രൂപത്തിൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ? ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അവർക്ക് രക്തത്തിൽ ഉയർന്നു നിന്നേക്കാം, പക്ഷെ അവർക്ക് ആ ഒരു ലക്ഷണങ്ങളൊന്നും ഇല്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഡയറ്റ് തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത്. നമുക്ക് യൂറിക് ആസിഡിനായിട്ട് നമ്മൾ ചില പ്രോട്ടീൻസ് ഒഴിവാക്കേണ്ടതുണ്ടായിരിക്കാം, പക്ഷെ എല്ലാ പ്രോട്ടീൻസും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കരുത്. കാരണം നമ്മുടെ ആ ഒരു മസിൽ ബിൽഡപ്പിനും അല്ലെങ്കിൽ ഡെയിലി നമുക്ക് എനർജി കിട്ടുന്നതൊക്കെ നമ്മൾ ഈ പ്രോട്ടീൻസിലൂടെയും കാർബ്സിലൂടെയും ഒക്കെയാണ്. അപ്പൊ നമുക്ക് വേണ്ട ചില പ്രോട്ടീൻസ് ഉണ്ട്, അത് നമ്മൾ കഴിക്കണം. അപ്പൊ അതിനെന്താണെങ്കിലും നിങ്ങളൊരു ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റ് എടുക്കുന്ന എപ്പോഴും നല്ലത്. കാരണം ചില ആളുകൾക്ക് അറിയില്ല ഏത് പ്രോട്ടീൻ ആണ് കഴിക്കേണ്ടത്, ഏത് പ്രോട്ടീൻ ഒഴിവാക്കണം. ഞാൻ അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിൾസിന്റെ കേസിലാണെങ്കിലും ചില വെജിറ്റബിൾസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ ഡോക്ടർ ഡയറ്റിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തുന്നതിന് മുന്നേ വേറെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മറ്റു പല കേസുകൾ, ഇപ്പോൾ പൈൽസിന്റെ കേസൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ സ്റ്റേജുകളുണ്ട്. അപ്പൊ അതേപോലെ ഈ യൂറിക് ആസിഡിന്റെ വിഷയത്തിൽ സ്റ്റേജുകൾ അങ്ങനെ എന്തെങ്കിലും? അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ടെസ്റ്റുകൾ, ഇപ്പൊ നമുക്ക് ലാബിൽ പോയി കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ, ആ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതിന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്കിത് സ്റ്റേജസ് ആയിട്ട് പറയാൻ മാത്രമൊന്നുമില്ല. മെയിൻ ആയിട്ടും യൂറിക് ആസിഡിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്കൊരു നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പം യൂറിക് ആസിഡ് ഒരു ഇനീഷ്യലി ഒക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ബോർഡറിലോട്ട് വരുന്ന സമയത്താണ് ഈ തള്ളവിരലിന്റെ ആ ഒരു ഭാഗത്ത് ജോയിന്റ്സിലൊക്കെ വേദന വരുന്നത്. പിന്നീട് അവർക്ക് ചിലപ്പോൾ ഉപ്പൂറ്റി വേദന അനുഭവപ്പെടാം. സ്ത്രീകളൊക്കെ പറയാറുണ്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ അവർക്ക് നിലത്ത് കാല് വെക്കാൻ പറ്റുന്നില്ല, കുറച്ച് ദൂരം നടക്കുമ്പോഴൊക്കെ ഓക്കെ ആവുന്നു എന്നുള്ളതൊക്കെ. ചിലപ്പോൾ അത് യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ട്, അത് മറ്റുള്ള കാരണങ്ങൾ കൊണ്ടും വരാം. ചിലപ്പോൾ അത് യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാവാം. പിന്നീട് അത് ഒരുപാട് കൂടുന്ന സമയത്ത്, രക്തത്തിൽ വല്ലാതെ കൂടുന്ന സമയത്താണ് മറ്റുള്ള ജോയിന്റ്സിനൊക്കെ ബാധിക്കുന്നത്. അതിപ്പം നീ ആയിരിക്കോട്ടെ, മുട്ടായിരിക്കോട്ടെ, അല്ലെങ്കിൽ ഷോൾഡർ ജോയിന്റ്സ്, ഇങ്ങനെയുള്ള എല്ലാ ജോയിന്റ്സിലോട്ടും ആ ഒരു പെയിൻ വരാം. പിന്നീട് ഉള്ളൊരു കോംപ്ലിക്കേഷൻ നമ്മൾ പറയുന്നത് കിഡ്നിയിൽ ഇത് സ്റ്റോൺ ആയിട്ട് മാറുന്നതാണ്. യൂറിക് ആസിഡിന്റെ ക്രിസ്റ്റൽസിന്റെ ഡെപ്പോസിഷൻ വരും, അത് സ്റ്റോൺ ആയിട്ട് മാറാം. ഇങ്ങനെയുള്ള ആളുകളിൽ ചിലപ്പം ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയൊക്കെ ഒരു അമിത വണ്ണമൊക്കെ കാണിച്ചേക്കാം. ഇതൊക്കെ അതുപോലെ തന്നെ സ്ട്രോക്ക് വന്നേക്കാം. ഇത് ശരിക്കും ഒരു യൂറിക് ആസിഡ് ഒരു ബ്ലോക്ക് ആയിട്ടാണല്ലോ മാറുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് അവർക്ക് പിന്നീട് സ്ട്രോക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അവരുടെ രക്തത്തിൽ കൊളസ്ട്രോൾ കൂടുതലായിട്ട് ഉയർന്നു നിന്നേൽക്കാം. അപ്പൊ ഇതൊക്കെ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാന്ന് നോക്കുന്ന സമയത്ത് നോർമലി നമ്മൾ ബ്ലഡ് ടെസ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. ബ്ലഡിൽ യൂറിക് ആസിഡ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കുന്നു. അപ്പൊ അതിന്റെ ഒരു നോർമൽ റേഞ്ച് വെച്ചിട്ടാണ് നമുക്ക് കൂടുതലാണോ, അല്ലെങ്കിൽ പെയിൻ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളുകളിൽ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീമോതെറാപ്പി ചെയ്യുന്ന ആളുകളിൽ യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിൽക്കാം. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഒരു 6 months ഒക്കെ കൂടുന്ന സമയത്ത് യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് കിഡ്നീനെ ബാധിക്കാം. അപ്പൊ നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് അവർക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ലിവറിന്റെ ഹെൽത്ത് ഓക്കെ ആണോ, ഈ ടോക്സിൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് LFTയും അതുപോലെ തന്നെ ലിപ്പിഡ് പ്രൊഫൈലും ഒക്കെ ഇതിന്റെ കൂടെ തന്നെ ചെയ്യുന്നത് എപ്പോഴും ഉത്തമമായിരിക്കും. ഈ വീഡിയോ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ റീസെന്റ് ഇപ്പോൾ തൊട്ടടുത്ത് എടുത്താന്നുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഡോക്ടറുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു തരും. ഇപ്പോൾ കൺസൾട്ടേഷന് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു വെച്ചത് ഡയറ്റിന്റെ ആ ഒരു ഭാഗത്താണ്. അപ്പോൾ ഡയറ്റിന്റെ അങ്ങോട്ടേക്ക് കടന്നുള്ളൂ. എന്താണ്
ഫുഡിന്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഞാൻ ഒഴിവാക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് കാരണത്തിൽ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ റെഡ് മീറ്റ് ആണെങ്കിലും മിതമായ രീതിയിൽ എടുക്കുക. അതായത് നിങ്ങളിപ്പം നല്ല ഇൻഫെക്ഷൻ ഉണ്ട്, ആ നല്ലൊരു ഇൻഫ്ലമേഷൻ ഉണ്ട്, പെയിൻ ഒക്കെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്നല്ല, ഒരു മന്ത്ലി ഒരു വൺസ് ഒരു തവണയൊക്കെ നിങ്ങൾക്ക് എന്തെടുക്കാം, റെഡ് മീറ്റ് കഴിക്കാം. അതുപോലെ തന്നെ മത്തി, അയല, ചെറു മത്സ്യങ്ങൾ, ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒരുപാടുണ്ട്. പക്ഷെ അത് ഈ ഒരു പ്രോട്ടീൻ കൂടും, ശരീരത്തിൽ പ്യൂരിൻ പ്രോട്ടീൻസ് കൂടുതലാക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതും ഒന്ന് പതുക്കെ കുറച്ചുകൊണ്ട് വരിക. പക്ഷെ അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ നമ്മുടെ ബോഡിയിലോട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒന്നും വേണ്ടേ? വേണം. അതിന് പകരം നിങ്ങൾ വാൾനട്ട് കഴിച്ചാൽ മതി. നിങ്ങൾ ഡെയിലി ഒരു 5 വാൾനട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ആ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ പാല് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടി പറയും. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട ആവശ്യകതയില്ല. നിങ്ങൾ ജസ്റ്റ് സ്കിംഡ് മിൽക്ക് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ അതിലെ പാട നീക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു പാല് കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ഭക്ഷണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിവറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ ഈസ്റ്റ് ഒഴിവാക്കുക. ഈ ബ്രെഡ്, ബണ്ണ് അതിൻ്റെയൊക്കെ ഉപയോഗം മാക്സിമം കുറച്ചുകൊണ്ട് വരാൻ വേണ്ടി നോക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കേണ്ട സമയത്ത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നന്നായിട്ട് കഴിക്കുക. ഫ്രൂട്ട്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി ഉള്ളത് നമുക്ക് നന്നായിട്ട് വേണം. യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടി അത് സഹായിക്കും. പുളിയുള്ള ഫ്രൂട്ട്സ് ആണ് ഓറഞ്ച്, മുസമ്പി, അതുപോലെ തന്നെ പേരയ്ക്ക, നെല്ലിക്ക, പപ്പായ ഒക്കെ നന്നായിട്ട് പച്ച പപ്പായ കഴിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ യൂറിക് ആസിഡ് രക്തത്തിലുള്ളത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പം കോളിഫ്ലവറും അതുപോലെ തന്നെ വഴുതനങ്ങയും ഒക്കെ അവരുടെ ഡയറ്റിൽ നിന്ന് കുറച്ച് കാലത്തേക്ക് ഒന്ന് കുറച്ചുകൊണ്ട് വരേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പം ഒഴിവാക്കേണ്ടി വരും. അതുപോലെ അതായത് ഈ ഡയറ്റിൽ നമുക്ക് പ്രത്യേകം ഉണ്ട്, ഒഴിവാക്കേണ്ടതും അതുപോലെ തന്നെ കഴിക്കേണ്ടതുമായിട്ടുള്ള 2 തരത്തിൽ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് വേണം ആ ഒരു പേഷ്യന്റിന് ഡയറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു ഡയറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരിക്കും ആ ഒരു ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത്. പക്ഷെ നല്ല കൊഴുപ്പ് അതേപോലെ തന്നെ നല്ല പ്രോട്ടീൻസ് അടങ്ങിയത് എന്ത് ചെയ്യാം, നമുക്ക് കൂടുതലായിട്ട് കഴിക്കാം. അപ്പോൾ ഇന്ന ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല, നമുക്ക് വിശപ്പ് മാറാന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രോഗം മാറുന്ന ആ ഒരു ടൈമിൽ എന്ത് ചെയ്യാം, നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗത്തേക്ക് പോകാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡോക്ടർ നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള കേസുകളിലൊക്കെ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് അത് രോഗം മാറിയിട്ടുള്ളത് എങ്ങനെയാണ്? ഓക്കെ, നമ്മുടെ ക്ലിനിക്കിൽ ഇപ്പം ഒരു 2 പേഷ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഒരുമിച്ചായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഒരാൾ എബ്രോഡ് ആയിരുന്നു, പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം ആൾക്ക് യൂറിക് ആസിഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൂടുതലായിരുന്നു രക്തം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത്. അപ്പം പുറത്ത് വർക്ക് ചെയ്ത സമയത്ത് ആൾ പറയുന്നത് കൂടുതലായിട്ടും ആൾ കുബൂസ്, ഈ ബ്രെഡ് ഇങ്ങനെയുള്ള ഭക്ഷണമൊക്കെ ആയിരുന്നു കഴിച്ചത്. എന്താണെങ്കിലും അതിൽ ഈസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ പ്രോട്ടീനും, അതായത് ശരീരത്തിന് വേണ്ടതിലും കൂടുതലായിട്ട് ആൾ പ്രോട്ടീനും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്ക് ഇൻഫ്ലമേഷൻസും കാര്യങ്ങളും ഉണ്ട്, പെയിനും ജോയിന്റിന് പെയിനും ആ റെഡ്നെസ് ഒക്കെ നമുക്ക് കാണാമായിരുന്നു. അപ്പൊ ആ ഒരു കേസിലാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ട് ആ ഡയറ്റ് അവർ ഫോളോ ചെയ്തിരിക്കണം. അതിന്റെ കൂടെ തന്നെ നമുക്ക് മെഡിക്കേഷൻസും കൊടുക്കേണ്ടി വന്നു ആ ഒരു കേസിൽ. കാരണം അവർക്ക് അസഹനീയമായ ഒരു കഠിനമായിട്ടുള്ള പെയിൻ ഉണ്ടായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാല ഒരു ഫ്ലോറിൽ വെക്കുമ്പം തന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മെഡിക്കേഷൻസും കൊടുത്തു. പക്ഷെ കൂടെ വന്ന ആളായിരുന്നെങ്കിൽ ആൾക്ക് രക്തത്തിൽ കൂടുതലാണ്, പക്ഷെ യാതൊരു തരത്തിലുള്ള സിംറ്റംസും ഇല്ല. ഇടയ്ക്കൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു ജോയിന്റ് പെയിനോ ഒരു ഉപ്പൂറ്റി വേദന അല്ലെങ്കിൽ ആ തള്ളവിരലിന്റെ ഭാഗത്ത് ഒരു വേദനയുള്ളൂ. അപ്പൊ ആൾക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡയറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, നമുക്ക് മെഡിക്കേഷൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യകത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 2 പേരിലും നല്ലൊരു